നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം. വളരെ പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുകയും കണ്ണ് കാഴ്ച നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത പ്രവാസികളുടെ ദാരുണമായ സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. മലയാളികളടക്കമുള്ള പ്രവാസികൾ അതിലുണ്ടാകാം എന്ന് മാത്രമായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോഴിതാ കിറുകൃത്യമായി മലയാളിയായിട്ടുള്ള പ്രവാസിയുടെ മരണം റിപ്പോർട്ട് ചെയ്യുകയാണ്. അതും കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഒരു യുവാവാണ് മരിച്ചിരിക്കുന്നത്. കൃത്യമായി ഇതിനെതിരെ അതും കുവൈറ്റ് പോലെയുള്ള രാജ്യത്ത് ഈ മദ്യപാനം അല്ലെങ്കിൽ ഇത്തരമുള്ള മദ്യം എന്ന് പറയുന്നത് തന്നെ കയറ്റാൻ പറ്റാത്തൊരു സംഭവമാണ്. അവിടെയാണ് ഒരു വിഷമദ്യ ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ 23 വയസ്സുകാരനാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ മരണവും 23 മരണമായി. ഇപ്പൊ അവിടെ ദുരന്തത്തിൽ ആകപ്പാടെ 160ഓളം പേര് ഈ ദുരന്തത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 23 പേര് മരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ട കാര്യം ഇത് തന്നെയാണ്. കാരണം ഇവിടെ മദ്യവിരുദ്ധ രാജ്യമാണ്. മദ്യം അവിടെ കയറ്റാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷേ ഏഷ്യക്കാരാണ് വ്യാജമദ്യം വാറ്റിയിട്ടുള്ളത്. അങ്ങനെ വ്യാജമദ്യം വാറ്റി അതിൽ മരണപ്പെട്ടു. കൃത്യമായി അതിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏഷ്യക്കാരാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാർത്ത ആദ്യം വന്നപ്പോൾ തന്നെ പല വാർത്താ ചാനലുകളുടെയും താഴെ വന്ന കമന്റാണ് എന്തായാലും മലയാളികൾ ഉണ്ടാകും എന്നുള്ളത്. കാരണം കേരളത്തിൽ ഈ വ്യാജമദ്യം ഉണ്ടാക്കുന്നതെല്ലാം വളരെയധികം പ്രചാരത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതിന് എത്ര ശിക്ഷ കിട്ടിയാലും വീണ്ടും ഇതുപോലെ വ്യാജമദ്യം വാറ്റുന്നവര് കേരളത്തിലുണ്ട്. ഇതിനു മുമ്പ് വ്യാജമദ്യം വാറ്റിയിട്ട് അതിൽ നിന്ന് ഇതുപോലെ കണ്ണു കാണാതെ ആയിട്ടുള്ള ഒരു മരണപ്പെട്ടവരുമെല്ലാം ഒരു രാജ്യം മുഴുവനും തന്നെ ഒരു നാട് മുഴുവനും ഇതുപോലെ ദുരന്തത്തിൽപ്പെട്ട ഒരു സംഭവം നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുവൈറ്റിലും ഇതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പലരുടെയും നില വളരെ ഗുരുതരമാണെന്നാണ് പറയുന്നത്. അടിയന്തര ഡയാലിസിസ് ചെയ്തിട്ടുണ്ട്. ICUയിലാണ് പലരും. വെന്റിലേറ്ററിൽ പലർക്കും ചികിത്സ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ചികിത്സയുള്ളവരിൽ ഇപ്പോഴും മലയാളികളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം ശീലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെന്ന് മന്ത്രാലയം എത്ര മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും വീണ്ടും ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു. ഇപ്പൊ കണ്ണൂർ സ്വദേശിയായ യുവാവ്, കണ്ണൂർ ഇരിണാവ് സ്വദേശി P. സച്ചിൻ എന്ന് പറഞ്ഞ ആളാണ് മരിച്ചത്. 31 വയസ്സാണ് അദ്ദേഹത്തിന് പറഞ്ഞിരുന്നത്. 31 വയസ്സാണ് ആയിട്ടുള്ളത്. അതുപോലെ പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിരുന്നു സച്ചിൻ എന്നാണ് പറയുന്നത്. 4 വർഷം മുമ്പാണ് കുവൈറ്റിലേക്ക് എത്തിയത്. അപ്പോൾ കുടുംബാംഗങ്ങൾക്ക് എന്തായാലും വിവരം അറിയിച്ചു. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പൊതുപ്രവർത്തനം കൂടിയായ ഇദ്ദേഹം ഒരു ഇത്തരത്തിലൊരു വിഷമദ്യ അല്ലെങ്കിൽ ഈ വിഷമദ്യ ദുരന്തത്തിൽ ഏർപ്പെടുന്നു പറയുന്നത് നമുക്ക് ആശ്ചര്യമാണ്. കാരണം കുവൈറ്റ് ചെന്നിട്ടും സന്നദ്ധ പ്രവർത്തനങ്ങളിലെല്ലാം ഈ സച്ചിൻ ഉണ്ടായിരുന്നു. അതായത് ഈ ഗൾഫിൽ പോകുന്ന അധികം ആരും തന്നെ അവിടെയുള്ള ഭരണാധികാരിയും അവിടുത്തെ വ്യവസ്ഥയും നിയമത്തെയും ഭയന്നുകൊണ്ട് പല തെറ്റും ചെയ്യാറില്ല. കാരണം ചെയ്തു കഴിഞ്ഞാൽ ജീവിക്കാനാണ് ഞങ്ങൾ വന്നതെന്നൊരു ബോധ്യം അവർക്കുണ്ട്. അവിടെ നിന്ന് അവരുടെ ആ ജീവിത ഉപാധി നഷ്ടമാകുമെന്ന് ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലരും തെറ്റ് ചെയ്യാൻ മടിക്കാറാണ് പതിവ്. പക്ഷെ ഇത്തരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കണമെന്നില്ല. ഇതിനു മുൻപും ഇത്തരമുള്ള മദ്യസൽക്കാരങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇപ്രാവശ്യം എന്താ വെച്ചാൽ മെഥനോൾ കലർന്ന പാനീയങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വ്യാജമദ്യം ഉണ്ടാക്കുമ്പോൾ മെഥനോൾ ആണ് കൂടുതൽ ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് വിഷബാധ ഏറ്റതെന്ന് പറയുന്നു. ആദ്യം 63 പേർക്കാണ് വിഷബാധ ഏറ്റിരുന്നത്. 13 പേർ ദുരന്തത്തിൽ മരിച്ചതായാണ് ആദ്യം അറിയിച്ചിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ മരിച്ചവരിൽ 6 പേർ മലയാളികളാണ് എന്നുള്ള അനൌദ്യോഗികമായ വിവരം. ഒരാളുടെ പേര് മാത്രമേ ഇപ്പൊ ഡീറ്റെയിൽ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ 6 പേര് മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 21 പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ബാക്കി ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. അവരുടെയും നില വളരെ ഗുരുതരമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതില് കുറെ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തെല്ലാം ആണെങ്കിൽ തന്നെയും ഇതൊരു നമുക്ക് മലയാളികൾക്ക് ഉൾപ്പെടെ വളരെ മോശമായ ഒരു പേരും ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഏഷ്യയിലെ പ്രവാസികൾക്ക് തന്നെയാണ് ഈ ഒരു കസ്റ്റഡിയിലായിട്ടുള്ള എല്ലാവരും ഏഷ്യയിൽ നിന്നുള്ളവരാണ്. ഇനി മറ്റൊന്ന് ഈ നിർമ്മാണത്തിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് സംശയം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉള്ളവര് തന്നെയാണ് അതിൽ കുടിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കാരണം മലയാളികൾ ഉൾപ്പെട്ട ഒരു ലോബി എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങൾക്ക് കാരണങ്ങൾക്ക് നമ്മൾ കൂടി പങ്കെടുക്കുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് പോലും അത് മോശമാണ്. കാരണം എപ്പോഴും പ്രവാസികൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വരുമാന മാർഗം പ്രവാസികളാണ്. നമ്മുടെ നാടിന്റെ അഭിമാനവുമാണ് പ്രവാസികൾ. നട്ടല്ലുകൂടിയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ പങ്ക് പ്രവാസികൾക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാസികളെ നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോടു കൂടിയും ആദരവോടും കൂടിയാണ് കാണുന്നത്.
അപ്പോൾ ഇത്തരം ഒരു മോശം പരിപാടികൾ വരുമ്പോൾ അത് മൊത്തം പ്രവാസികളെ തന്നെ അത് ബാധിക്കും, നമ്മുടെ രാജ്യത്തിനെയും ബാധിക്കും. അതുകൊണ്ട് ഇത്തരം ഇടപെടലുകളിലൊന്നും തന്നെ വിട്ടുനിൽക്കുക എന്നുള്ളത് മാത്രമാണ് പ്രവാസികളോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഇടപെടാതിരിക്കുക. എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ണൂർ സ്വദേശിയുള്ള ഇദ്ദേഹവും ഈ ഒരുപാട് ആഗ്രഹിച്ച് ഗൾഫിൽ പോയതായിരിക്കണം. അതായത് സ്വന്തം മക്കളെയും ഭാര്യയും ഒക്കെ വിട്ടിട്ട് പോകാനുള്ള മടി ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. പക്ഷേ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം കാരണം, കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം വേണമെന്നുള്ളതാണല്ലോ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇത്തരം ഒരു സംഭവ വികാസങ്ങളിൽ ഏർപ്പെടുകയും ജീവൻ പോലും അപകടത്തിലാകുന്നത്, ഇത് വിളിച്ചു വരുത്തിയ ദുരന്തമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് അല്ലാതെ ഒരു അപകടമോ അല്ലെങ്കിൽ അല്ലാതെയുള്ള ഒരു ഇതൊന്നും അല്ല, വിളിച്ചു വരുത്തിയ ദുരന്തമായി ഇത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ കുട്ടികളുടെ മുഖം കാണുമ്പോൾ, ആ അദ്ദേഹത്തിന്റെ മുഖം കാണുമ്പോഴൊക്കെ നമുക്ക് വളരെ വേദന തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ അനധികൃത മദ്യനിർമ്മാണവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഏഷ്യയിൽ നിന്നുള്ള പ്രവാസികളെ കസ്റ്റഡിയിലായിട്ടുണ്ട്. രാജ്യത്തെ അനധികൃത മദ്യനിർമ്മാണ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കുവൈറ്റ് സംഘം. ഇതിന്റെ ഭാഗമായാണ് ജലീബ് അൽ ഷുഖിയിൽ നിന്നുൾപ്പെടെ പ്രവാസികളായ നടത്തിപ്പുകാർ പിടിയിലാകുന്നത് എന്നുള്ളതാണ്. ഇവർ ഏത് രാജ്യക്കാരാണെന്ന വിവരം വ്യക്തമല്ല എന്ന് പറയുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്ത് നടന്നു വരുന്ന വ്യാപക സുരക്ഷാ പരിശോധനയിൽ നിരവധി മദ്യനിർമ്മാണ കേന്ദ്രങ്ങൾ ആഭ്യന്തര മന്ത്രാലയം ഇതിനോടൊപ്പം തന്നെ അടച്ചുപൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഏകദേശം 52 പേരാണ് ജൂലൈ 24 മാത്രം പിടിയിലായതെന്ന ഞെട്ടിപ്പിക്കുന്ന കണക്ക് വരുന്നു. ഈ 54 പേരിലും മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അതെ, ഇപ്പൊ ഈ മരിച്ചവരുടെയും പോസ്റ്റ്മോർട്ടം ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അത് വരുമ്പോഴാണ് കൂടുതൽ എത്ര പേരാണ് ഇടപെട്ടിട്ടുള്ളത്, ഏത് രാജ്യക്കാരാണെന്നും, മലയാളികൾ 6 പേരുണ്ടെങ്കിൽ അത് എവിടെ നിന്നുള്ളവരാണെന്നും ആരൊക്കെയാണെന്നും ഒന്നും മനസ്സിലായിട്ടില്ല. 40 ഇന്ത്യക്കാർ ചികിത്സയിലുണ്ട് എന്നുള്ള വിവരം എംബസി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഞായറാഴ്ചയാണ് ഇത് ഇത്തരത്തിലുള്ള ഒരു പാനീയം ഈ മെഥനോൾ കലർന്ന പാനീയങ്ങൾ കഴിച്ചതിന് പിന്നാലെയുള്ള ദുരന്തം പല സ്ഥലങ്ങളിലായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് കൂട്ടം കൂടി ഇരുന്നുള്ള മദ്യസൽക്കാരമല്ലായിരുന്നു പലയിടത്തും. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയത് പലയിടത്തേക്കും കൊടുത്തിട്ടുണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഭാഗത്ത് നിന്നും സുഹൃത്തുക്കളുടെ ഒക്കെ തന്നെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഫോൺ വഴി ഇവിടെ ഇതുണ്ട് എന്ന് പറഞ്ഞ് ഒരു പക്ഷെ വന്നിട്ടുണ്ടാകണം. ഈ മെഥനോൾ കലർന്നിട്ടുള്ള പാനീയങ്ങൾ, മെഥനോൾ എവിടുന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ലഭിച്ചതുകൊണ്ടാണ് അവർ ഈ വ്യാജമദ്യം ഉണ്ടാക്കുന്നതിനുള്ള ഒരു പ്രചോദനം അവർക്ക് കിട്ടിയിരിക്കുന്നത്. അത് പല ഭാഗത്തായിട്ടാണ്. 1, 2 അല്ല, ഏകദേശം 21 പേർക്കാണ് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് പലരും ഗുരുതരാണ്. അതായത് ഏത് നിമിഷവും ഇനിയും ഈ ഒരു മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ആ ഗുരുതരമായിട്ടുള്ള ആ വാർത്ത നമ്മളെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരമാവധി ചെയ്യാതിരിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങൾക്ക് അറിവുള്ളവരോ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെ അറിയിക്കുക. കാരണം ഒരു പക്ഷേ നമുക്ക് ഇതിപ്പോൾ തന്നെ എത്രയോ പേർക്ക് അറിവുണ്ടായിരിക്കണം ഇതിങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് അറിവുണ്ടായിരുന്നിട്ടുണ്ടാവണം. അങ്ങനെ ഒരാളെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവരുടെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് മാത്രം. ഒരു പക്ഷേ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് നാട്ടിലേക്ക് കൊണ്ടെത്തിക്കാം, എന്നാലും കുഴപ്പമില്ല, ആള് ജീവനോടെ ജോലിയോടെ നമുക്ക് ജീവിക്കാമല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ എന്തായാലും വളരെ വലിയ രീതിയിൽ തന്നെയുള്ള വൈദ്യസഹായം എല്ലാം നടക്കുന്നുണ്ട്. കുവൈറ്റ് പോയ്സൺ കൺട്രോൾ സെന്റർ, സുരക്ഷാ ഏജൻസികൾ, മറ്റ് അധികാരികൾ ഇവരെല്ലാവരും ഏകോപിപ്പിച്ചിട്ടാണ് ആശുപത്രിയിൽ കഴിയുന്ന എല്ലാവരെയും 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും നിരീക്ഷിക്കണമെന്ന് പറഞ്ഞ് വളരെ നല്ല ചികിത്സ തന്നെയാണ് കൊടുക്കുന്നത്. ജീവൻ രക്ഷിക്കാൻ, എന്തെങ്കിലും തരത്തിൽ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ തന്നെ ആവാൻ വേണ്ടി വളരെയധികം ജാഗ്രതയോട് കൂടി തന്നെ ചികിത്സ ലഭ്യമാക്കണമെന്ന് മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. വിഷഭേദ ഏറ്റതായിട്ട് സംശയിക്കുന്ന കേസുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോട്ട്ലൈൻ വഴിയോ അംഗീകൃത ആശയവിനിമയ മാർഗങ്ങൾ വഴിയോ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഇനി ഇത്തരം ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ ഒരു പരിചരണം കൊടുക്കാനെല്ലാം മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടികൾ ഉണ്ടാകുമെന്ന് കരുതി ഭയപ്പെട്ട് പുറത്തു വരാതിരിക്കുന്നവരും ഉണ്ടാകാം. അങ്ങനെയുള്ളവർ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന അനുസരിച്ച് അത്രയും രൂക്ഷമായതുകൊണ്ട് തന്നെ അങ്ങനെ മിണ്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും അത് കാരണം ഒരു മദ്യനിരോധനമുള്ള രാജ്യമാണത്. അനധികൃതമായിട്ട് മദ്യം നിർമ്മിക്കുന്നതിനെതിരെ കർശന നടപടികളാണ് അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും മദ്യം ഉണ്ടാക്കുന്നവരെ കണ്ടെത്തിയാൽ, ഈ അനധികൃതമായിട്ടുള്ള മദ്യ നിർമ്മാണം ഉള്ളത് എവിടെയെങ്കിലും ഒന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ വളരെ വലിയ ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ചിലരപ്പോൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം, പുറം ലോകത്തേക്ക് വരാതെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടെങ്കിൽ
അത് നമ്മുടെ സുരക്ഷയെ കരുതി അത്രയും ആൾക്കാരെ പുറത്തു കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും 52 പേരാണ് ജൂലൈ 24 മാത്രം പിടിയിലായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനൊരു കൃത്യമായ തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വീണ്ടും ഇത്തരം അപകടങ്ങൾ വീണ്ടും വരികയുള്ളൂ. ഇപ്പോ ഈ കുവൈറ്റിൽ പോലും ഇങ്ങനെ വന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ആ രാജ്യത്തേക്ക് എങ്ങനെയാണ് ഇവർക്ക് ഈ മെത്തനോൾ ലായനി കണ്ടെത്താൻ കഴിഞ്ഞത്, എങ്ങനെയാണ് ഇങ്ങനൊരു എത്രമാത്രം അവര് സൂക്ഷിച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന്. കാരണം പോലീസിന്റെ ഒക്കെ അവിടെ കുവൈറ്റിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമമെല്ലാം വളരെ കൂടുതൽ കർശനമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ റോന്തും ഇതെല്ലാം തന്നെ കർശനമാണ്. അതിനിടയിൽ വെച്ചും ഇതുപോലെ ചെയ്തു, അതിൽ മലയാളികൾ ഉൾപ്പെട്ടു എന്നുള്ളത് നമുക്ക് ശരിക്കും നാണക്കേടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും കൂടുതൽ മരണ റിപ്പോർട്ടുകൾ ഇനി ഉണ്ടാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മലയാളികൾ ഉൾപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കാം. ഇനിയും ആരും ഇതിനൊരു മുദ്രാതിരിക്കട്ടെ. ഒരു പക്ഷേ 2 വർഷമല്ല 3 വർഷം കഴിയുമ്പോൾ ഈ ഒരു വാർത്തയൊക്കെ തന്നെ എല്ലാവരും മറന്നു കഴിയുമ്പോൾ വീണ്ടും പതിയെ തല പൊക്കാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ പിടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.